സുധാ 7 പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു. മറ്റുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? അനീഷ, മറ്റുള്ളവരുടെ ആരോഗ്യനിലയിൽ വലിയ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അവർക്ക് ഈ വെള്ളവും മണ്ണും എല്ലാം അടിച്ചു വന്നപ്പോൾ, അവരുടെ ദേഹത്തേക്ക് അടിച്ചു വന്നപ്പോൾ തെറിച്ചു പോയ പരിക്കുകൾ ഉൾപ്പെടെ സാരമായ പരിക്കുകളുണ്ട്. എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവരെല്ലാം തന്നെ വാർഡുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പറയാനുള്ളത് മറ്റൊന്നാണ്. ഒരാളെ കൂടെ അവിടെ ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 3 പേരാണ് ICUവിൽ കഴിയുന്നത്. നേരത്തെ 2 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ നില, നേരത്തെ രാവിലെ ഉണ്ടായിരുന്ന 2 പേരിൽ ഒരാളുടെ നിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ള ഡോക്ടർമാർ അറിയിച്ചു. അദ്ദേഹത്തെ നാളെയോടുകൂടെ വാർഡിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. മറ്റൊരാൾ കൂടി ഇന്ന് വാർഡിലുണ്ടായിരുന്ന മറ്റൊരാൾക്ക് കൂടി കുറച്ച് ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 3 പേരാണ് ICUവിൽ കഴിയുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ വാർഡുകളിലാണുള്ളത്. ഇവരുടെ ഈ വാർഡുകളിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അനീഷ, ഒരു കാര്യം കൂടി, മുഖ്യമന്ത്രി ഇന്ന് അവിടെ സന്ദർശിക്കാനെത്തുന്നുണ്ട്, ആശുപത്രി സന്ദർശിക്കുന്നുണ്ട്, ഈ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിക്കും, ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ സന്ദർശിക്കും. 3 മണിയോടെ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ കൂടി. അനീഷ, അല്പസമയത്തിനുള്ളിൽ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി കള്ളാടിയിലെ ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്തെത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 2 മണിയായിരുന്നു പറഞ്ഞിരുന്നത്, പിന്നീട് ആ സമയം മാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം കൂടി ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം എത്തുന്നത്. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം എത്തുന്നത് ഈ കള്ളാടിപ്പാലത്തെ ദുരന്ത പ്രദേശം, മീനാക്ഷി പാലത്തിന് സമീപമുള്ള ആ ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കുക എന്നുള്ളതാണ്. അവിടെ എത്തുകയും അവിടെ ഇപ്പോൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്, അവരെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഏകോപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മുഖ്യമന്ത്രി നീങ്ങും. അതിനുശേഷമാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ മേപ്പാടി പോളിടെക്നിക്കിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെ 33 കുടുംബങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ കള്ളാടിയിലെ ഈ ദുരന്ത പ്രദേശത്തിന് സമീപത്തുള്ള ഉന്നതികളിലെയും ഒപ്പം തന്നെ മീനാക്ഷി എസ്റ്റേറ്റിലെ പാടിയിൽ ഉണ്ടായിരുന്നവരുമാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ കഴിയുന്നത്. അവരിൽ ചിലർ ബന്ധുവീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ അവിടെ തന്നെ കഴിയുകയാണ്. അതിനുശേഷം അവരെ കണ്ടതിന് ശേഷം അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം നേരെ എത്തുക ഇവിടേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്ന മുപ്പൻസ് മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെയുള്ള പരിക്കേറ്റ ആളുകളെ കൂടെ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് കലക്ട്രേറ്റിൽ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി 3 മന്ത്രിമാർ ഒപ്പം തന്നെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നൽകുന്ന നേതൃത്വം നൽകുന്ന എല്ലാവരുമായുള്ള ഒരു അവലോകന യോഗം കൂടെ വയനാട് കലക്ട്രേറ്റിൽ ചേരുന്നുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. കൂടുതൽ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്, ഇനി എന്തൊക്കെ ഇവിടെ വന്ന ആളുകളിൽ നിന്ന് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. അതിലെല്ലാം തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ആശങ്കയായി നിൽക്കുന്നത് എന്ന് പറയുന്നത്, ഇവർ മണ്ണിനുള്ളിൽ പെട്ടിട്ട് ഇത്രയും സമയം കഴിഞ്ഞിരിക്കുന്നു. അവരെ ആ 5 പേരെയും ആ 5 ജീവനുകളും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് വലിയൊരു പ്രതിസന്ധിയും വലിയൊരു ആശങ്കയുമായി തുടരുന്നത്. അത് മുകളിൽ നിന്ന് മണ്ണ് വന്നപ്പോൾ അത്രയേറെ മണ്ണ് പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ മണ്ണെല്ലാം തന്നെ നീക്കം ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണതോതിലായിട്ടില്ല. അതിനൊപ്പം തന്നെ ഈ പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് താഴേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയില്ല. അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം നടത്തുന്നുണ്ട്. എന്തായാലും ഇതുവരെയായിട്ടും ഈ രക്ഷാപ്രവർത്തനത്തിൽ ആരെയും കണ്ടെത്താനായിട്ടില്ല. അനീഷ.